നല്ല ലാഭം മാസം മാസം തരുമെന്നും പറഞ്ഞ് പല നായ്ക്കളും നിങ്ങളെ സമീപിക്കൂട്ടോ. ഒരൊറ്റ ഒന്നിന് കയ്യിലുള്ള പൈസ എടുത്തു കൊടുക്കരുത്. ഓല് തരലെന്താ, ഒരു ചെക്കും തരും, മുദ്രപത്രവും തരും. 1 2 3 മാസം ഒരു നല്ല ലാഭവും തരും. പിന്നെ ഓലെയും കാണൂല, ആ പൈസയും കാണൂല. പിന്നെ കിട്ടാൻ വേണ്ടി നമ്മൾ കോടതിയും പോലീസ് സ്റ്റേഷനും ഇറങ്ങി നടക്കേണ്ട ഒരു ഗതികേട് എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഇവിടെ നടക്കണ ഞാൻ പറഞ്ഞു തരുന്നത്, ഏതെങ്കിലും ആൾക്കാരെ ജ്വല്ലറിയോ മറ്റോ നമ്മൾ തുടങ്ങാണ്ട് എന്ന് പറഞ്ഞ് ഏതോ കാണിച്ചു തരും. നമ്മൾ പാവപ്പെട്ട ജനങ്ങൾ ഈ പൈസ എന്താ കാട്ടേണ്ടതെന്ന് വെച്ചല്ലാതെ അങ്ങനെ ആടുന്നും പെടുന്നൊക്കെ പെറുക്കി ഉണ്ടാക്കി സ്വരൂപിച്ച് വെച്ച പൈസ തീറ്റക്കാട് എടുത്തു കൊടുക്കുക. ഈ കള്ളന്മാർ മുഴുവൻ അത് നക്കി തീർക്കും. ഓല് ആസ്വദിച്ചടി ജീവിക്കും. നല്ലൊരു വണ്ടിയൊക്കെ എടുത്ത്, വലിയ വണ്ടി ആയിക്കോലെ കയ്യിലുണ്ടായാല്, അല്ലെങ്കിൽ നല്ലൊരു വാടക പുര എടുക്കും, ഇതിൻ്റെ പുരയെന്നും പറയും. ഇതൊന്നും ഓലതായിരിക്കൂല. അപ്പോൾ നമ്മൾ ഈ പൈസ കൊടുക്കുന്ന ആൾക്കാരോടാ പറയുന്നത്, നിങ്ങൾക്ക് ഒരു പണിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് ഗോൾഡ് വാങ്ങി പുരയൊക്കെ വെച്ചാളി. അതല്ലെങ്കിൽ കുറച്ച് പറമ്പ് നല്ല റോഡ് സൈഡിൽ എടുത്തു വെച്ചോളി. പക്ഷെ ഒരാളെ കയ്യിലും നിങ്ങൾ കച്ചവടം ചെയ്യാൻ വേണ്ടി, ലാഭത്തിന് വേണ്ടി പൈസ കൊടുക്കരുത്. എൻ്റെ ഒരു സുഹൃത്ത്, ഓനൊരു സിനിമ നിർമ്മാതാവും കൂടിയാണ്. ഓൻ ഈ വീട്ടിൽ എൻ്റെ അടുത്ത് വന്ന് ഒരു പരാതി പറഞ്ഞു. ഒരു ചങ്ങായി അരീക്കോട് സ്വദേശിയ ബിറ്റ്കോ കോയിൻ ട്രേഡിങ്ങോ എന്ന് പറഞ്ഞിട്ട് ഓൻ്റെ കയ്യിൽ നിന്ന് 5 കോടി അടിച്ചു മാറ്റി. എന്നിട്ട് അവൻ എന്ത് ചെയ്ത് ദുബായിൽ പോയിട്ട് കരാമയിൽ സുഖസുന്ദരായിട്ട് ജീവിക്കണ്. ഒരാളെ കയ്യിൽ പൈസ പെട്ടുപോയാൽ ഒരിക്കലും നമുക്ക് കിട്ടൂല. നിങ്ങളെ പേരിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഇത്ര വന്ന്